ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൽ ചെറുതല്ലാത്തൊരു അപകടമുണ്ട്. ശശിധരൻ അങ്ങനെ പറയുന്നത് അറിയാം. ഇന്ത്യ ഒരു ഫ്യൂഡൽ രാജ്യമായിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യ ഒരു ഫ്യൂഡൽ രാജ്യമാണ്. അത് ഒരു ഡെമോക്രസിയിലേക്ക് പരിവർത്തിക്കപ്പെടേണ്ടത് എപ്പോഴാണ്? ഇന്ത്യ യാഥാർത്ഥ്യമാകുമ്പോഴാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, റിപ്പബ്ലിക്കായി. പക്ഷേ ഒരു ഫ്യൂഡലിസത്തിൽ നിന്ന് ഇന്ത്യ ഒരു പൂർണ്ണ ഡെമോക്രസിയിലേക്ക് ഒരിക്കലും ഇതുവരെയും പരിവർത്തിപ്പിക്കപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഘടനാപരമായ പ്രശ്നത്തിൽ മാത്രമല്ല പറയുക, സാമ്പത്തികമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഭൂപരിഷ്കരണം എത്ര സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് നടപ്പായിട്ടില്ല. അതായത് ഒരു ഫ്യൂഡലിസത്തിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന നടക്കേണ്ട കാര്യം ഭൂപരിഷ്കരണമാണ്. അത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ബീഹാറിലൊക്കെ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ അവരെന്താണെന്ന് ചോദിക്കും. അതെന്താണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ സാമ്പത്തികമായി ഫ്യൂഡലിസത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നമ്മൾ പരിവർത്തിക്കപ്പെട്ടിട്ടില്ല. സാമൂഹികമായിട്ട് പരിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഫ്യൂഡൽ വാല്യൂസാണ് ഇന്നും ഇന്ത്യൻ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നത്. ഇന്ത്യൻ കുടുംബങ്ങൾ പണിതുയർത്തപ്പെട്ടിട്ടുള്ളത് തന്നെ ഈ ഫ്യൂഡൽ മൂല്യങ്ങളിലാണ്. ഇപ്പോഴും നമ്മളത് പേറുന്നുണ്ട്, നമ്മൾ ഉൾപ്പെടെ പേറുന്നുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിൽ മാത്രമായി ഡൈനാസ്റ്റി ഫ്യൂഡൽ മൂല്യങ്ങൾ പാടില്ല എന്ന് ശശിധരൻ വാശി പിടിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. ശ്രീലങ്കയിലേക്ക് നോക്ക്, ഭണ്ഡാര നായക എന്നൊരു കുടുംബം എത്ര നാൾ ശ്രീലങ്ക ഭരിച്ചു? പാകിസ്ഥാനിൽ ഭൂട്ടോ കുടുംബം ഭരിച്ചില്ലേ? ഇന്തോനേഷ്യയിൽ സുകാർണോയുടെ മകൾ മെഘാവതി സുകാർണോപുത്രി പ്രസിഡൻ്റായില്ലേ? സിംഗപ്പൂരിലില്ലേ? ഏത് രാജ്യത്താണില്ലാത്ത? തായ്ലൻഡിലില്ലേ? എല്ലായിടത്തും ഉണ്ട്. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്കുണ്ട്. ഈ ഒന്നും വേണ്ട. അമേരിക്കയിൽ സീനിയർ ബുഷും ജൂനിയർ ബുഷും ഉണ്ടായിട്ടില്ലേ? അതെങ്ങനെ സംഭവിക്കുന്നു? ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടുനിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ്. അത് അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെയും സോഷ്യൽ റിയാലിറ്റിയുടെയും ഭാഗം കൂടിയാണ്. അതങ്ങനെ സംഭവിക്കാത്തത്. നമ്മൾ ഈ റിയാലിറ്റി മനസ്സിലാക്കാതെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൽ ചെറുതല്ലാത്തൊരു അപകടമുണ്ട്. ശശിധരൻ അങ്ങനെ പറയുന്നത്